You're good, very, very. Thank you so much. Appreciate you. ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും അഗെയിൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഞാൻ കുവൈറ്റിലാണ്. സോ ഇന്ന് നമ്മൾ ഇവിടെ കുവൈറ്റിലെ സിറ്റിക്കകത്ത് തന്നെയുള്ള ഒരു 200 years ഓൾഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെ കുറിച്ചും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ കുറച്ച് വീഡിയോസും അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഇന്ന് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത്. സോ ഫൈനലി മുബാറക്കിയയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഐ തിങ്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ഈ എൻട്രൻസ് കയറി ഫസ്റ്റ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഹെറിറ്റേജ് സൂക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ആണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് അവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രഡീഷണൽ ലുക്ക് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫർണിഷിങ്ങും ഈ ആർക്കിടെക്ചറും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു സൂക്ക് മൊത്തം ഒരു ഓൾഡ് സൂക്കിൻ്റെ മാതൃകയിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആർക്കിടെക്ചർ എല്ലാം ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് ഈ ഹെറിറ്റേജ് സൂക്ക് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. എന്താ അതിൻ്റെ അകത്തുള്ളതും എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. എന്തായാലും ഇതിൻ്റെ എൻട്രൻസ് കടന്നു വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ. ഇതൊക്കെ ആക്ച്വലി ഇവിടെ കുവൈറ്റുകൾ അവരുടെ പണ്ടത്തെ കാലത്ത് അവർ ഇങ്ങനെ ദിവാനിയൊക്കെ ഇട്ടിരുന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഒരു മാതൃ ഇവരുടെ ഈ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വാങ്ങുകയും ചെയ്യാൻ പറ്റും. എല്ലാം ഭയങ്കര കളർഫുള്ളാണ്. ഐ ഷോ യു എവരിതിങ്. അതുപോലെ തന്നെ ഈ പെരുന്നാൾ ടൈം ആയതുകൊണ്ട് കുറച്ച് ആൾ തിരക്ക് കുറവുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് മൊത്തം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ നൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഏതോ ഒരു സ്ട്രീറ്റിലെത്തി. ഏത് ഭാഗമാണ് എന്താണെന്ന് അറിയാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ട്രീറ്റ് മൊത്തം ഡ്രസ്സും അതുപോലെ ഇതാണ് ഈ സൂക്കിൻ്റെ മാപ്പ് വരുന്നത്. ബട്ട് ഇതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല, കാരണം അത്ര വലുതാണ്. ഈ ഒരു സൂക്ക് ഇതിന് ഓരോരോ ഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുക. അങ്ങനെ നടന്ന് ഈ സൂക്കിൻ്റെ ഏതോ ഒരു സെൻറ്ററിലെത്തി. ഇവിടെ 4 സൈഡിലോട്ടും വഴിയെടുക്കും. ഇതിപ്പോൾ എങ്ങനെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടണില്ല. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്കൊരു കവാടം കാണുന്നുണ്ട്, ഒരു ബിഗ് കവാടം. അവിടെ അൽ സയ്യിദ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാവേ എന്താ സംഭവം എന്ന് പറയുന്നത്. അയ്യോ, ഇത് കിടന്നില്ലെന്ന ഏതോ ഒരു നടുമുറ്റത്തേക്കാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർക്ക് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ പഴയ ബിൽഡിങ്ങൊക്കെ കാണാം. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. ഇവിടെ ഈ നടുമുറ്റത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് പണിത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. ആ ഒരു എന്താ പറയുക, ഭയങ്കര ട്രഡീഷണൽ ലുക്ക്. ശരിക്കും ഇതുപോലുള്ള ബിൽഡിങ്സൊക്കെ ആയിരുന്നു കുവൈറ്റിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഒരു ചെറിയ സ്റ്റെയർ ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇവിടെ ചിലവഴിക്കുന്ന എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളി, നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. ഇപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി. ആരും ഇങ്ങനെ പ്രതികരിക്കുന്നില്ല നെഗറ്റീവായിട്ടേ. അപ്പോൾ ചെറിയൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ
അത്യാവശ്യം എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ എന്തൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഈ കളിപ്പാട്ട സാധനങ്ങളുണ്ട്, ഡേറ്റ്സ്, അതുപോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഈ നടക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ടെന്നാണ്, എന്താണ് നമ്മുടെ ഈ എന്താ പറയുക, സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ലേഡീസൊക്കെ വരുന്നതുകൊണ്ടാണ് ഒരു പേടി കേട്ടോ. അവരൊന്നും കൂടുതലും വീഡിയോയിലൊന്നും വരാൻ വേണ്ടി ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ നമ്മളെ വഴക്കുറയും, ലൈക്ക് ഡോണ്ട് ടേക്ക് വീഡിയോസ് എന്നൊക്കെ അവർ പറയും. എന്തായാലും ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്ട്രീറ്റ് കൂടെ നടക്കാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കും വരുന്നുണ്ട്. അങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ നടന്ന് വന്നിട്ട് നേരെ വന്നത് ഒരു പച്ചക്കറി ഒക്കെ വിൽക്കുന്ന ചെറിയൊരു സ്ട്രീറ്റ്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ സംഭവങ്ങളൊന്നും അറിയില്ല. എനിക്ക് ലെറ്റ്സ് നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ അതിന് പർച്ചേസിനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട് സ്റ്റോളുകളെന്ന് തോന്നുന്നു. ആൻഡ് ഇതും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് അവർ പണിതിട്ടുള്ളതും. ആൻഡ് എവറിത്തിങ് ഈസ് ട്രഡീഷണൽ. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്തോ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നോയമ്പായതുകൊണ്ട് ഇനി 6 മണിക്ക് കഴിഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ലേഡീസ് ഇവിടെ കച്ചവടം ചെയ്യാനിരിക്കുന്ന ആൾക്കാരും വേറെ രാജ്യക്കാരാണ്. കാരണം നമുക്ക് കുവൈറ്റീസിൻ്റെ ഒരു ഇത് കാണുന്നില്ല. ഇവരൊക്കെ വേറെ രാജ്യക്കാരായിരിക്കാം മേ ബി. നമ്മളിങ്ങനെ ഓരോ സ്ട്രീറ്റും നടന്ന് കുറച്ച് എത്തുമ്പോഴത്തേക്കും അവിടെ നിന്ന് വേറെ റൈറ്റിലോട്ട് ഒരു വഴി, ലെഫ്റ്റിലോട്ട് വഴി. അപ്പോൾ ഇത് ഏത് വഴി പോകാമെന്ന് നമുക്കിങ്ങനെ കൺഫ്യൂഷനാണ്, ആകെ കൺഫ്യൂഷനായിരിക്കും. ഇവിടെ ഞാൻ ഒരു നടുത്തളത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ നടന്നുമ്പോഴത്തേക്കും വലിയ റൈറ്റ് സൈഡിലായിട്ട് ഫിഷ് മാർക്കറ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എന്തൊക്കെ ഫിഷ് ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഫിഷൊക്കെ എല്ലാം ഇവിടെ കിട്ടുമെങ്കിലും അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും നോക്കാം. യെസ്, അപ്പോൾ നേരം നമ്മൾ ഫിഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ഫിഷുകളൊക്കെ ഇരിക്കണം. നാട്ടിലൊന്നും കാണാത്ത സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിനുള്ളൊരു ഫിഷ് മാർക്കറ്റും ഉണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ഫിഷ് മാർക്കറ്റ് കണ്ടിട്ട് നമുക്ക് നേരെ വീണ്ടും നമ്മുടെ പഴയ സ്ട്രീറ്റിലേക്ക് ഇറങ്ങാൻ കേട്ടോ. പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിയുമ്പോൾ വേറൊരു സ്ട്രീറ്റ്, അവിടെ എന്തൊക്കെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതാണ്. സോ അതും നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ഈ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നേരെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റുകളാണ് കേട്ടോ. മൊത്തം സ്ട്രീറ്റുകൾ, അവിടെയൊക്കെ ഓരോ സാധനങ്ങൾ വെക്കുന്നു. അത്യാവശ്യം നല്ല ക്രൗഡറുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്കിത് നേരെ നടന്നു നോക്കാം. നേരെ നടന്നപ്പോൾ നമ്മളിതാ മീറ്റ് മാർക്കറ്റ്, നമ്മുടെ ഇറച്ചിക്കടകളാണ് കേട്ടോ ഇവിടെ മൊത്തം. യെസ്, ഇവിടെ മൊത്തം ഇറച്ചിക്കടകളാണ്. സോ അതൊന്നും നടന്നു കണ്ടേക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് അടിപൊളി. അപ്പോൾ മീറ്റൊക്കെ വിൽക്കുന്ന ആ ഒരു സ്ട്രീറ്റിൽ നിന്നും നേരെ വീണ്ടും നടക്കണം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് വെളിച്ചം കാണുന്നുണ്ട്, ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് കാണുന്നുണ്ട്. അത് അങ്ങടേക്കൊരു വഴി, അങ്ങടേക്കൊരു വഴി. അപ്പോൾ നമുക്ക് നേരെയുള്ള വഴിക്ക് പോയേക്കാം. എനിക്ക് തോന്നുന്നു അത് റോഡിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. സോ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ആൾക്കാരും തിരക്കും കുറവാണ്. ഇത് കുവൈറ്റിൻ്റെ ഏതോ ഒരു ഭാഗമാണ്. ആൻഡ് അവിടെ എന്തോ ഒരു ബേർഡിൻ്റെ പിക്ചർ ഇങ്ങനെ വോളിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടേച്ചാൽ ഇത് പെയിൻറ്റിങ്. ഇതെന്തോ കുവൈറ്റിൻ്റെ എന്തോ ട്രഡീഷണലുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പെയിൻറ്റിങ് ആണ് ആക്ച്വലി. നല്ല രീതിയിൽ അവരിതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ഒരു കുഞ്ഞു കൊച്ചി അതിൻ്റെ ആ അവരുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രസമില്ലേ കാണാൻ, അടിപൊളിയാട്ടോ. അപ്പോൾ ഇത് ഏത് ബേർഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഐഡിയ. സോ നമുക്ക് വീണ്ടും നമ്മുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവാം. സോ കാണുന്നത് മാർക്കറ്റിൻ്റെ ഉൾവശമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വഴി കൂടെ അങ്ങോട്ട് നടക്കുക അത് തന്നെ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് മാപ്പ് നോക്കി നടക്കാമെന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, പറ്റില്ല. അവിടെ വീണ്ടും തിരവര അടക്കുക, കാണുന്നതൊക്കെ വീഡിയോ എടുക്കുക ആൻഡ്
പോസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. യെസ്, അങ്ങനെ ആ ബേർഡ് പെയിൻറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് നടന്നു വരുന്നത് ഡൈനിങ്, ഫുഡ് കോർട്ട് ഇതുപോലുള്ള സ്ഥലത്താണ്. ഇതെനിക്കൊന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണ്. ബട്ട് ആരുമില്ല, കാരണം ഇന്ന് നോയമ്പുണ്ട്. അപ്പോൾ നോയമ്പുള്ളതുകൊണ്ട് ആരും ഈ സ്ഥലത്ത് ഫുഡ് കഴിക്കില്ല. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇനി ഒന്ന് ആൾക്കാർ കൂടണമെങ്കിൽ ഒരു 5-6 മണിയൊക്കെ ആവണം. അപ്പോൾ അതുവരെ ഈ സ്ഥലങ്ങളൊക്കെ നല്ല എന്താ പറയുക കാലൊഴിഞ്ഞ പ്രദേശമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഒരു ബിഗ് നടുമുറ്റം, അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ കസേരകളും മേശകളൊക്കെ ആയിട്ട് ഫുഡിൻ്റെ പുറത്താണ് കേട്ടോ. ഒക്കെ ഒഴിഞ്ഞു കിടക്കുക, എന്താ ചെയ്യുക. ചേർന്ന് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ട്. ഇതൊരു തുറസായ സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാം, സമയം കളയാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ് കേട്ടോ. ആക്ച്വലി ആ നേരെ അവിടെ അതിനപ്പുറത്ത് ബീച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക മൊത്തം. അപ്പോൾ എന്തായാലും ഈവനിങ് ആകുമ്പോഴത്തേക്കും, നോമ്പ് തുറ സമയമാകുമ്പോഴത്തേക്കും ആൾക്കാർ കൂടും, നല്ല ക്രൗഡഡ് ആവും. എന്തായാലും ഈ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്താണ് വന്ന് ഇങ്ങനെ തെണ്ടിപ്പോയെന്ന് വെച്ചാൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു മാർക്കറ്റിൻ്റെ സെൻറ്റർ സ്ക്വയർ ഇതാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കുറച്ച് നല്ല തുറസായ സ്ഥലം, കുറേ ഇരിപ്പിടങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ട് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ വന്ന് ഈവനിങ്ങിലൊക്കെ ഇങ്ങനെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതെന്തോ ഒരു സംഭവം, വാട്ടർഫോളോ അങ്ങനെ എന്താ വാട്ടർ മൗണ്ടെയിനോ എന്താ അങ്ങനെ സംഭവമില്ല, ആ സംഭവത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ പണ്ട് ഞാൻ എപ്പോഴും വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മറ്റേ വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ടാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ, കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക, നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചില്ല് ചെയ്യാം, ഫുഡ് അടിക്കാം, ഒരു രസം. ഇതൊക്കെയല്ലേ ലൈഫിലെ ഒരു രസങ്ങൾ. പിള്ളേരൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്, പിന്നെ എന്തോ സാമ്പിളൊക്കെ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ വന്നു. പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ കണ്ട വയലിലും റബ്ബറും തോട്ടത്തിലും കാട്ടിലും വയലിലൊക്കെ തന്നെയായിരുന്നു നമ്മുടെ കുട്ടിക്കാലമൊക്കെ ചിലവഴിച്ചത്. എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യട്ടെ. ആൻഡ് ഇവിടെ ഒരു മോസ്ക് ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഗോൾഡൻ ആ ഒരു കളറ് അതിൻ്റെ ആ ഒരു മുകുടത്തിൽ വന്നപ്പോൾ നല്ല ഭംഗി വീഡിയോയിൽ കാണാം. എനിക്കിങ്ങനെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാറ് ഉണ്ടായിരുന്നേ, ഒരു അടിപൊളി കാർ, ഏതോ ഒരു പഴയ കാറിൻ്റെ പേരെന്ന് പറഞ്ഞു കേട്ടോ. സംഭവം അടിപൊളി. ഇത് ജ്യൂഡ് ഹോ അയ്യ, യെസ് പുള്ളി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൈസ് ചെയ്യുന്നുണ്ട്. അയ്യ, ഇത് ഏതൊക്കെ മോഡലാണെന്ന് അറിയാമല്ലോ. ഇതൊക്കെ മറ്റേ കാർട്ടൂണിലേ കണ്ടിട്ടുള്ളൂ. പുള്ളി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അയ്യോ അടിപൊളി തന്നെ കേട്ടോ. അയ്യോ യെസ് പുള്ളി പോയി. അടിപൊളി കാറ്. ഇവിടെ ഉണ്ടല്ലോ ഈ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് പേരെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യക്കാർ പൊതുവെ ഇവിടെ കുറവാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരാത്തതാണോ എന്താണെന്ന് അറിയില്ല. ഇന്ത്യക്കാർ പൊതുവെ കാണുന്നത് കുറവ്. പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലും മറ്റും ഒക്കെ ജോലി ചെയ്യുന്നത് കൂടുതലും ഇന്ത്യക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ രാജ്യക്കാരുണ്ട്, വേറെ അറബ് കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പൊതുവേ ഇന്ത്യക്കാരെ കാണാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഇനിയും നടക്കാം. ഞാനിപ്പോൾ ഏതൊക്കെ സ്ട്രീറ്റിൽ കൂടെ വന്നെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം ഏതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഏതൊക്കെ എത്തി, അത്ര തന്നെ ഉള്ളൂ. ഇനി ഏതൊക്കെ വഴി കൂടെ പോകണം, ഏതൊക്കെ വഴി കൂടെ പോയാൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് പോയി തന്നെ അറിയണം. എന്തായാലും നമുക്ക് ഇനിയും നമ്മുടെ യാത്ര തുടരാം. ആ സ്ക്വയറിൽ നിന്ന് നടന്ന് ഈ സ്ക്വയറിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്രസൻ്റൊക്കെ അവരിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അതിൻ്റെ അലങ്കാരവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വന്നത് ഈ വഴി കൂടെയാണോ എന്ന് തോന്നുന്നു. കാരണം എല്ലാ സ്ട്രീറ്റിലെയും ഈ വഴികളുടെ അലങ്കാരങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അല്ലല്ല, ഞാൻ ഈ വഴി കൂടെ അല്ല കേട്ടോ വന്നേ. ഇതിൻ്റെ വേറെ ഏതോ വഴിയാണ്. ഇത് ഇവിടേക്കൊരു വഴി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ശേഷം തിരിച്ച് വന്നിട്ട് നമുക്ക് ഈ വഴി കൂടെ പോകാം. അപ്പോൾ ഈ വഴിയിൽ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ പേര് സൂക്കൽ ഖറാബല്ലി. സൂക്കൽ ഖറാബല്ലി എന്നാണ് കേട്ടോ ഈ സ്ട്രീറ്റിൻ്റെ പേര്. ഇതോ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ അറബ് ആയതുകൊണ്ട് കുറച്ച് വായിക്കാൻ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സ്ട്രീറ്റ് വന്നിട്ട് പെർഫ്യൂംസിൻ്റെ സ്ട്രീറ്റാണ്. കാരണം ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്കും നല്ല സ്മെല്ല്. അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പിലൊക്കെ എല്ലാം പെർഫ്യൂംസ് അങ്ങനെ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ പെർഫ്യൂംസും ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇത് മറ്റേ ശീർഷ വലിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ അറേഞ്ച്മെൻ്റാണ് ഈ കാണുന്നത്.
അപ്പോൾ സായന്തനങ്ങളിലൊക്കെ ശീർഷ വലിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോട്ട് പോകുന്നോളൂ. ഇവിടെ വന്നൊന്ന് ശീർഷയം വലിച്ചിങ്ങനെ ചില്ലടിച്ചിരിക്കുക. നമ്മുടെ ഈ ശീർഷയൊക്കെ വലിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാനൊരു സംഭവം കണ്ടേ. കണ്ടിട്ട് എന്തോ തൊപ്പി പോലെ തോന്നുന്നു, പക്ഷെ തൊപ്പിയല്ല, ഇത് എന്താ സംഭവം എന്നൊരു പിടിയും കിട്ടണില്ല. കണ്ടിട്ട് നല്ല തൊപ്പി പോലെ ഉണ്ട്, പക്ഷേ തൊപ്പിയുടെ ആ ഒരു മകുടം വന്നിട്ടില്ല. നല്ല വലിയ വലിപ്പമുണ്ട് കേട്ടോ. അതെന്തോ എന്തെങ്കിലും മേ ബി ട്രഡീഷണലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. മെയ്ഡ് ഇൻ ഈജിപ്ത് ആണ് കാണിക്കുന്നത്. എടോന്നോ എന്താ സംഭവം എന്നറിയാം. സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് കേട്ടോ, പൂച്ച സർ. ഇവിടെ എവിടെ നോക്കിയാലുണ്ട് കേട്ടോ. അവിടെ നടന്ന് കുറച്ച് ഫ്രണ്ടിലൂടെ വന്നപ്പോൾ സൂക്കൽ സുഗൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ്. അവിടെ ഒരു എന്താ പറയുക, ഒരു നടുമുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ വന്ന സ്ഥലമാണോ എന്നൊരു പിടിയും കിട്ടണമല്ലോ. ഐ തിങ്ക് സോ. അതെ, ഞാൻ നേരത്തെ വന്ന അതേ സ്ഥലം. വഴി കൂടെയൊക്കെ കറങ്ങി നേരത്തെ വന്ന അതേ സ്ഥലത്ത് തന്നെ എത്തി. ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് വേറെ സ്ട്രീറ്റിലേക്ക് പോകുന്നത്? എന്തായാലും നമുക്ക് ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു സൂക്കൽ സൽ ആൻഡ് അൽ ബഷൂർ എൻട്രൻസ് നമ്പർ 1. സോ ലെറ്റ്സ് ഗോ. താഴേക്കൊരു വഴി കാണുന്നുണ്ട്. ചില അങ്ങോട്ട് പോകണ്ട, അവിടെ ഒന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു ഇതും ഏതോ ട്രഡീഷണൽ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറേ ഷോപ്പുകളുടെ സ്ഥലമാണ്. യെസ്, നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കൂടെയൊക്കെ നടക്കാനായിട്ടേ. അയ്യോ, നമുക്ക് അവിടെയൊക്കെ മൊത്തം ഡ്രസ്സിൻ്റെ ഷോപ്പുകളും മറ്റുമൊക്കെയാണേ. എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ ഇവർ നിർമ്മിച്ച് ഇവിടെ തന്നെ വിൽക്കുന്ന സംഭവമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, ഇത് ഇവിടെ തന്നെ ഇവർ നിർമ്മിച്ച് ഇവിടെ തന്നെ വിൽക്കുന്ന, ഇവിടെ തന്നെ തുന്നിച്ചേർത്തിട്ട് ഇവിടെ തന്നെ വിൽക്കുന്ന സംഭവമാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് എത്തി. നമുക്കിവിടെ നിൽക്കുമ്പോൾ മറ്റേ ലിബറേഷൻ ടവറൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചും ഈ പറഞ്ഞ പോലെ വേറെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്, കുറച്ച് പിള്ളേർ കൈ കാണിച്ചു. യാ പയ്യോട്ടോ, അവിടെ രണ്ടൊന്ന് പയ്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവന്മാരുണ്ടല്ലോ, അവന്മാരാ നടന്നു പോകുന്നത്. അവരിങ്ങനെ വന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു, എന്നിട്ട് വീഡിയോ എടുക്കുമെന്നൊക്കെ ചോദിച്ചു, നാളെ അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. അതുപോലെ തന്നെ ഞാൻ നാളെ വീഡിയോയിൽ ഇടുമ്പോൾ കാണാം കേട്ടോ. അവർ പറഞ്ഞിരുന്നു എന്തായാലും ഇതുപോലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു മോട്ടിവേഷനാണ്, സംഭവങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. One second. Yes. Tell me something. Hello. You're good. Very, very. Thank you so much. Appreciate you. ഒരു കുടുംബം നോക്ക്, 3 മക്കളും ഒരു അമ്മയും കൂടെ കിടന്ന് തുടങ്ങിയ. അയ്യോടാ, അതിൻ്റെ കണ്ണൊക്കെ പാവം. ഈ ഒരു മാർക്കറ്റ് ശരിക്കും 1919 ഇറാഖ് വാർ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തായിരുന്നു ആ ഒരു വാർ സമയത്ത്. അതിനുശേഷം വീണ്ടും പുതുക്കി പണിത ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മുബാറക്കിയ മാർക്കറ്റ് ശരിക്കും കേട്ടോ. ശരിക്കും അങ്ങനെ ഇവിടെ നിന്ന് നടന്നെത്തിയപ്പോഴത്തേക്കും എന്താ, ഇവിടെ ഒരു വോളിൽ എന്തൊക്കെ കുറച്ച് പെയിൻറ്റിങ്, സംതിങ് റിലേറ്റഡ് സംതിങ്, ഐ ഡോണ്ട് നോ എന്താണെന്നറിയില്ല. അപ്പോൾ എന്തൊക്കെ ഒരു പെയിൻറ്റിങ് സ്ഥലത്തിന് ഇവിടെ എന്തൊക്കെ ട്രാഷിൽ എന്തൊക്കെ നശിച്ച എന്തൊക്കെ കുറേ സംഭവങ്ങളിൽ നിന്നിട്ട് എന്തോ ഒരു കലാരൂപം, ഐ ഡോണ്ട് നോ. ഇതിനൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ വലിയ മീനിങ് കാണുമായിരിക്കും, ഐ ഡോണ്ട് നോ. അതും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു സ്ട്രീറ്റാണ് കേട്ടോ. അതിൻ്റെ 4 പാടുമായിട്ട് ഇങ്ങനെ കസേരകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥലം. അപ്പോൾ നമുക്കിനി ഈ സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നേക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങോട്ട് കിടന്ന് നോക്കാം. അവിടെ നല്ല രസമുണ്ട്. അവിടെ ഒരു പൂച്ചയൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ലക്ഷറി സാധനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റേറ്റാണ് കേട്ടോ. എൻ്റെ ഒരു മാസത്തെ സാലറിയൊക്കെ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു മാസത്തെ സാലറിയൊക്കെ ഒരു വാച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തല്ലേ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് കേട്ടോ പൂച്ചകളുടെ. പിന്നെ എന്തോ ഇവിടെ അടി ഉണ്ടാക്കാൻ പോയി അവൻ്റെ മുഖമൊക്കെ മുറിഞ്ഞിരിക്കുക പാവം. കുറേ പേരുണ്ട് കേട്ടോ. പക്ഷേ ക്യാറ്റുകളൊക്കെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വരും, കൂടെ വരും. അതുപോലെ തന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഒരു തരത്തിലുള്ള ബാഡ് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല നീറ്റായിട്ട് ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇറ്റ്സ് എ ബിഗ് ഡീൽ.
It's all natural, right? What? Natural, right? Natural. Yes. You raw honey. Raw honey. Yes. Man mixed with honey. Man Natural. mix. Honey mix for men, and the honey mix for women, and the honey mix for marriage. Okay, yeah, I know, I understand that. Number one, Okay, good. How much there? 15 kg. 15 kg. But Yeah. Special offer, 2 pieces and 1 piece is free. Buy 2 get 1 free. Oh, buy 2 get 1 free. Yes. Okay. One piece is 300 gram. 300 grams. Yes. Okay. ഇവിടെ ഒരു ഹണി ഷോപ്പിൽ കയറിയിടാം. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ മെന്നിന് വേണ്ടിയിട്ടും വിമന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഹണി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ആൻഡ് ഈ ഹണി ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ കുറച്ച് മറ്റേ പ്രാർത്ഥന പ്രയറുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു കടയല്ല കേട്ടോ, ഒരുപാട് കടയുണ്ട്. നല്ല കളർഫുള്ളാണ് ഇത് കാണാനായിട്ട്. ഞാനിവിടെ കുറച്ച് മറ്റേ മിഠായി അതുപോലുള്ള കൊച്ചു കടയാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ പറ്റിയ കട. ചോക്ലേറ്റ്സ്, ഇവിടുത്തെ ലോക്കൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. അടിപൊളി. ആ സ്ട്രീറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പുറത്തൊരു സ്ട്രീറ്റിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ എന്തോ ഒരു സംഭവം ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നു. അതിന് എന്തൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പക്ഷേ അറബിക്കാണ്. അങ്ങനെ മാഫി, എനിക്കറിയില്ല, അറബിക്ക് അറിയില്ല. സോ ഇതിലൂടെ കുറേ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നടന്ന് കണ്ടു വെക്കാം എന്താ സംഭവമാണേ. അതുപോലെ പ്രെയർ ഹോളോ മറ്റോ അങ്ങനെയാണോ, അത് ബാത്റൂം സെറ്റപ്പാണോ, ഐ ഡോണ്ട് നോ. എന്തൊരു സംഭവം നല്ല രസമുണ്ടേ. ഐ തിങ്ക് ദിസ് ഈസ് വാഷ് ബേസ്. നമുക്ക് വാഷ് ചെയ്യാനുള്ള സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ആർക്കിടെക്ചർ നോക്കിക്കേ, എന്ത് ഭംഗിയാണേ. ശരിക്കും എന്താ പറയുക, നല്ല ആർട്ടിസ്റ്റിക് ആ ഒരു വാല്യുള്ള ആൾക്കാരാണ് ഇതൊക്കെ പണിതെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. നമുക്ക് ഒരു വാഷ് ബേസിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചയാണ്. എന്ത് രസമായിട്ട് അവരിങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. അതിലിവിടെ ഇങ്ങനെ കുറേ വഴികൾ നമുക്കിത് അവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് കൊണ്ടുവന്ന് തോന്നുന്നത്. അടിപൊളിയല്ലോ സംഭവം. നമുക്ക് അവിടെ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടുന്ന ഒരു മൺകൂജ പോലത്തെ. ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത്? പ്രസ് ചെയ്യണം, അപ്പോൾ വാട്ടർ വരും. സംഭവം കൊള്ളാം. ലവ്ലി. അവിടെ ഇങ്ങനെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഓക്കെ, അങ്ങടെ ഇങ്ങടെയൊക്കെ കുറച്ചൊരു സ്പേസിലാണ് കേട്ടോ അതിങ്ങനെ പണിതിരിക്കുന്നത്. അവിടെയൊക്കെ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ എഗെയിൻ നടന്നിട്ട് വേറെ ഒരു സ്ട്രീറ്റിലെത്തി. ഇതിൻ്റെ പേര് അൽ അമീർ സ്ട്രീറ്റ് എന്നാണ്. പക്ഷേ ഇവിടെ ഒട്ടും ആൾക്കാരൊന്നും കാണുന്നില്ല. ഒക്കെ ഭയങ്കര എന്താ പറയുക, അടച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയാൻ വയ്യ. മിക്കവാറും ഇനിയിപ്പോൾ പ്രാർത്ഥനയുടെ പ്രയറിൻ്റെ ടൈമായല്ലോ, വൈകുന്നേരമല്ലേ, നോയമ്പും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ആ ഷോപ്പൊക്കെ അടച്ചിട്ടുള്ള ഷോപ്പല്ല കേട്ടോ. ഹായ് ഒരു പുള്ളിക്കാരൻ വന്ന് നോക്കി, ഞാൻ മേടിച്ചു പോയി. ഇത് ഷോപ്പല്ല കേട്ടോ, ഇതൊക്കെ എന്തോ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ എക്സ്ചേഞ്ചോ മുഹമ്മദ് അലി ഇതൊന്നോ ഐഡിയ എന്തോ സംഭവം എന്നറിയാൻ വയ്യ. എന്തോ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണെന്ന് തോന്നണം. പക്ഷേ ഇതിൻ്റെ ആർക്കിടെക്ചർ മറ്റുള്ള ബിൽഡിങ്ങിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റാണ്. ഇതിനകത്ത് ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഉള്ള ഒരു ഷോപ്പ് ഉണ്ട്. പിന്നെ ബുക്സ് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കോയിറ്റിൽ വന്നിട്ടൊരു ബുക്ക് സ്റ്റോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് അറബിക് ആയിട്ടുള്ള ബുക്സാണ്, അതിൻ്റെ നോവലോ സംതിങ് അതൊന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്ക് ഷോപ്പായിരിക്കും. മൊത്തം അറബിക്കാണ്. അപ്പോൾ നമുക്ക് പറ്റിയ സ്ഥലമല്ല, കാണുക എന്നുള്ളത് തന്നെയുള്ളൂ കേട്ടോ. ആ സ്ട്രീറ്റിൽ നിങ്ങൾ നടന്നു വരുമ്പോൾ ചെറിയൊരു ഒരു ഏരിയ, അവിടെ ഞങ്ങളുടെയൊരു വഴി. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റുള്ള ആ ക്രൗഡഡ് ആയിട്ടുള്ള ആ ഒരു സ്ട്രീറ്റിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ. ഇതിന് ഭയങ്കര കാമൻ പോയിട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു പള്ളിയാണെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് ഇവിടെ ആൾക്കാർ
ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതോ രണ്ടുപേരും അവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചോദിച്ചാലോ ഫോട്ടോ എടുത്ത് തരുന്നു. കാരണം ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മാതൃകയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഭയങ്കര രസമാണ്. ഇവിടെ ചെറിയൊരു എന്താ ഒരു നടുത്തളം, അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ കുറേ നമ്മുടെ പേപ്പർ ചെടികളൊക്കെ നട്ടിട്ട് നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടാ. എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ ഒരു സ്ഥലം ഇന്നിവിടെ വന്നപ്പോൾ. Time is almost 4:30 right now, so I have to go back my room. അങ്ങനെ കുവൈറ്റിലെ ഓൾഡ് സുഖമായിട്ടുള്ള മുബാറക്കയിലെ എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു. ഒരുപാട് നടന്നു കേട്ടോ, നല്ല രസമായിരുന്നു ഉള്ളിലിട്ട് നടക്കാനൊക്കെ. അപ്പോൾ എന്തായാലും കുവൈറ്റിലുള്ളവർ ഡെഫിനറ്റ്ലി വൺസെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ മുബാറക്കിയ. നമുക്ക് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ വിസിറ്റ്, നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ വരുവാണെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, വാട്ട് എവർ യു ലൈക്ക് അങ്ങോട്ട് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.